വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും അച്ഛൻ അമ്മ സർ എവ്രി വൺ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. യെസ്, എൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. ഏപ്രിൽ 11 ജയഗണേഷ് എന്ന എൻ്റെ പുതിയ സിനിമ റിലീസാവും. ബട്ട് ഇത് അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമായിട്ട് ഞാൻ കാണുന്നില്ല. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഈ ജയഗണേഷ് എന്ന സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ വാസ് വെരി ഹാപ്പി. ബിക്കോസ് ഞാൻ മാളികപ്പുറം എൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല സിനിമ ആയിരിക്കണം, ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊക്കെ. ആൻഡ് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം, ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് ഈ സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിൽ ഞാനൊരു സ്പെഷ്യലി ഏബിൾഡ് എന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ അപൂർവമാണ് ഒരു സിനിമ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം മനസ്സിലങ്ങ് തങ്ങി നിൽക്കുന്നത് എന്ന് പറയാം. ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു സിനിമ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ജയഗണേഷ് എന്ന സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച്. ഞാൻ രഞ്ജിത്തിനോട് രഞ്ജിത്ത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഫൈനൽ സ്റ്റേജസിലാണ്, അതുകൊണ്ടാണ് പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റാതെ പോയത്. ഐ ഓൾറെഡി ടോൾഡ് ഹിം ദാറ്റ് രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഡെഫിനറ്റ്ലി സിനിമ ഏപ്രിൽ 11 ഇപ്പോൾ റിലീസ് ആവുമ്പോൾ നിങ്ങൾ ആ സിനിമ കാണണം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഐ തിങ്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ്. അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഒരു കഥാപാത്രമായി മാറിയതിനു ശേഷം മനസ്സിന് ഒരുപാട് വിഷമം അല്ലെങ്കിൽ ഒരു തരം ഹോണ്ടിങ് ഇഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, സാധാരണ അങ്ങനെ സിനിമയിൽ ഉണ്ടോയെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല. ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഐ ഫെൽറ്റ് വെരി ഇമോഷണൽ ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു. ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ ലൈഫിനെ കാണാൻ സാധിച്ചു. ആൻഡ് ദാറ്റ്സ് വൺ റീസൺ ദാറ്റ് ഞാൻ എൻ്റെ കൂടെ ഉള്ള അച്ഛനോടും പറഞ്ഞു, മറ്റ് ജെയിൻ ബൈ LBM ഹോംസിന്റെ ഇവരെയൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 100 വീൽ ചെയറുകൾ നമ്മൾ അവരാഗ്രഹം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സാധിച്ചു തന്നു തന്നെ പറയാം. ആൻഡ് ഇത് വലിയൊരു മഹത്തായ കാര്യം ആയിട്ട് ഞാൻ കാണുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് എന്തോ ഞാൻ റിയലൈസ് ചെയ്തത്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് പറഞ്ഞ് പരസ്പരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ടു ഫീൽ ദാറ്റ് നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ഉണ്ണി, നിങ്ങളൊക്കെ ഇവിടെ വന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവരും നമ്മൾ വെരി ഇൻസ്പയറിംഗ്. എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ലൈഫാണ്. ദാറ്റ് ഈസ് ഞാൻ വെരി ഓണസ്റ്റ്ലി ജയഗണേഷ് എന്ന സിനിമയെ മുന്നേ എനിക്ക് ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. ഞാൻ പൊതുവെ ടെൻഷൻ ആവാറുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് എവിടേക്കോ നിങ്ങളുടെ ലൈഫ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. ദിസ് ഇവന്റ് ഈസ് ഫോർ ദെം. നിങ്ങളാണ് ഇവിടുത്തെ ഹീറോസ്. ജയഗണേഷ് എന്ന സിനിമ ഡെഫിനറ്റ്ലി എത്രത്തോളം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരിക്കും. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇവിടെ വരാൻ സാധിച്ചാലും നിസാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രിൻസിപ്പൽ, സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും, മീഡിയാസ് ഇത് കവർ ചെയ്ത് വന്ന എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എന്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചെന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യം തന്നെ ജയഗണേഷിന്റെ വിശേഷങ്ങൾ പറയാം. ഏപ്രിൽ 11 സിനിമ റിലീസാണ്. ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ജയഗണേഷ്. ഉണ്ണിയെ പോലെ തന്നെ RDX കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കും അടുത്ത ഏത് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക ഓഡിയൻസിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് രഞ്ജിത്ത് സാർ എനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുന്നത്. കഥ കേട്ട ഉടനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് ആണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി, ഇങ്ങനെ ഒരാളുടെ ലൈഫ് സ്റ്റോറി അത് ഓഡിയൻസിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു കോണ്ടന്റിന്റെ ഭാഗമാവണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു, എന്റെ ആവശ്യമായിരുന്നു. ആൻഡ് ഐ കൺവിൻസ്ഡ്. ഞാൻ ഓഡിഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്തത് യെസ് ഐ വോണ്ട് ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ദിസ് സിനിമ.
സിനിമയുടെ കഥ കേട്ട് എനിക്ക് എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത്, ഞാൻ എത്രത്തോളം ഇൻസ്പയർഡ് ആയോ അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഈ സബ്ജക്ട് മോട്ടിവേറ്റ് ചെയ്തോ അതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഡിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് LVM ഹോംസ്, അവർക്ക് രണ്ടുപേർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഞങ്ങളല്ല, അവരാണ്. അപ്പൊ ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ജയഗണേഷിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഈ സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഉള്ള ഈ ഫംഗ്ഷനിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. താങ്ക് യു. വേദിയിലുള്ള പ്രശസ്ത വ്യക്തികളും സദസ്സിലെ എൻ്റെ കൂട്ടുകാരും മറ്റ് ഹീറോകളും, ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജയഗണേഷ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ ആ കഥാപാത്രത്തോട് ഇഴകിച്ചേർന്നതിന് ശേഷം ആ കഥാപാത്രം എത്രത്തോളം ഹോൾഡ് ചെയ്തു എന്നതിന്റെ പേരിലുള്ള ഡിസ്കഷൻ നടത്തുന്നതിനിടയിലാണ് അവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം, അതെങ്ങനെ വേണം, എന്തു ചെയ്യണം എന്നുള്ള ആലോചനയിൽ നിന്നാണ് അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതിനൊരവസരം എന്ന നിലയിൽ ഞങ്ങളാവുന്ന വിധത്തിൽ ഒരു 100 വീൽ ചെയറുകൾ അവർക്ക് സ്നേഹാദരത്വം കൂടി നൽകി അവരെ ആദരിക്കാൻ ഒരവസരം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ ബലവത്തായ ഒരു സംഭവമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാവരും മാനസികമായും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളാലാവുന്ന വിധത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് തന്നെ ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. കൂടാതെ ഈ ജയഗണേശ് എന്ന സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററുകളിൽ പോയി കണ്ട് അതിൽ കഥാപാത്രത്തിന് അനുഭവിക്കുന്ന വേദനയും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കൂടി അനുഭവവേദമാകാൻ, നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങൾ എത്രത്തോളം മനുഷ്യനെ ഹോൾഡ് ചെയ്യുന്നു, ഇവർ ആരാണ്, ഇവർ എത്രത്തോളം വലിയ ഹീറോകളാണ് ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണിത്. നിങ്ങളെല്ലാവരും ആ അവസരം വിനിയോഗിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാനും എന്റെ മകനൊപ്പം ഒരു വേദി പങ്കിടാനും എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം ആത്മാഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ജയ് ഹിന്ദ്. നീയാണ് സേവകൻ, സത്യത്തിൻ കാമുകൻ, ദിവ്യവേഗമായി വന്നു തെന്നലായി മാറവേ. പോരാട്ട നാളുകൾ, നാളത്തെ യോനകൾ കേട്ട് പാടി മുന്നേ നീറി പാഞ്ഞു പോകവേ. ഒരുന്നു കൂട്ടായി മാറുന്നു നിൻ കൂടെ, ഓരുന്നു കൂട്ടായി നാടിന്റെ നേരിന്റെ താളത്തിലോളത്തിൽ കാറ്റിന്റെ വേഗത്തിൽ മായുന്നു.